അപ്പം ഇന്ന് ഞാൻ അപ്പൂന് വേണ്ടിയിട്ട് അങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിഷ് ഫ്രൈ, ഓംപ്ലേറ്റ്, മോരും തക്കാളിയും കൂടെ വെച്ചിട്ടൊരു സാധനം. ഫിഷ് ഫ്രൈ നമുക്ക് 3 ഐറ്റം ഉണ്ട്. പക്ഷെ വരിക്കച്ചക്ക ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് അപ്പൂന് കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ്. എൻ്റെ അമ്മ ചിരിക്കണം സൈഡിൽ നിന്ന്, നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇവർക്കൊക്കെ കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഫേക്ക് ഗ്ലാമിങ് കുക്ക് ചെയ്യാറില്ല. ഇതാണ് എൻ്റെ കുക്കിംഗ് ബുക്ക്. എനിക്ക് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണ് രാവിലെ എണീറ്റിട്ട് വേണം കടലക്കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് യൂട്യൂബ് വേണം, എനിക്ക് കുറച്ച് സമയം വേണം, എനിക്കത് നോക്കി പഠിച്ചാണ് ഞാൻ കുക്ക് ചെയ്യാറങ്ങണത്. അപ്പം ഇതാണ് എൻ്റെ കുക്കിംഗ് ബുക്ക്. അപ്പം ഇതിൽ കണ്ടത് കുറച്ച് പഴയതാണ്. അപ്പം ഇതിൽ ഞാനിങ്ങനെ എൻ്റെ വെജ് കുറുമ, എൻ്റെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് എഗ് കറി, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത്. പിന്നെ നമുക്കിതാ ലഞ്ചിൻ്റെ ഉണ്ട്. ഓക്കെ, ലഞ്ചിൻ്റെ കാണിച്ചു തരാം. ലഞ്ച് റെസിപ്പിയിൽ ഞാൻ എൻ്റെ ചിക്കൻ ബിരിയാണി, പിന്നെ എൻ്റെ മുട്ട മസാല തോരൻ, പിന്നെ എൻ്റെ ചിക്കൻ കറി, ഇതൊക്കെ ഞാൻ വച്ചത് എൻ്റെ അഫ്ഗാനി ചിക്കൻ കറി എഴുതി വെച്ചതേ ഉള്ളൂ, പക്ഷെ ഉണ്ടാക്കിയില്ല ഇതുവരെ. അപ്പം ഇങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പം ഇന്ന് ഞാൻ അപ്പൂന് വേണ്ടിയിട്ട് അങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ആണ് എൻ്റെ കല്യാണ ബിരിയാണി. ഓക്കെ, ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇന്ന് മെയിനായിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഷസ്, നമ്മൾ ഊണാണേ, ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യണത്. സോ നമുക്ക് ആദ്യം നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കിത് ചോറിന് ചമ്മന്തി, ഇഞ്ചി വെച്ചരച്ച ചമ്മന്തി, അത് അമ്മ അരയ്ക്കും. ഓക്കെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട്. ഫിഷ് ഫ്രൈ, ഓംപ്ലേറ്റ്, മോര് കറി, മോരും തക്കാളിയും കൂടെ വെച്ചിട്ടൊരു സാധനം. ഫിഷ് ഫ്രൈ നമുക്ക് 3 ഐറ്റം ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇന്നലെ മീൻ കണ്ടപ്പോഴത്തേക്ക് കൊതിക്ക് നെത്തോലി ഫ്രൈ തിന്നാൻ തോന്നുന്നു. മത്തി കണ്ടപ്പോൾ അപ്പം തന്നെ ചാടി വീണ് മത്തി. പിന്നെ അപ്പൂന് ചൂര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അപ്പൂന് എനിക്ക് ചൂര ഇഷ്ടമല്ല. ചൂര അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊരിച്ചൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ റീസെൻ്റായിട്ട് കേരച്ചൂര ഫ്രൈ കഴിച്ചായിരുന്നു, അത് സൂപ്പറായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് തുടങ്ങാം. കമോൺ. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. ഇതെന്ന് വെച്ചാൽ മോര് തക്കാളി വെച്ചിട്ട് ഒരു തക്കാളി മോര് കറി, അതാണ് ഇതിൻ്റെ പേര്. ആദ്യം നമുക്ക് കടുക് വറുക്കാം. കുറച്ചധികം കടുക് ഇടാം, കുറച്ച് പൊട്ടട്ടിരുന്നു. ഓക്കെ, കടുക് വറുക്കുമ്പോഴത്തേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉലുവ ഇടണം. നമുക്ക് ഇന്ന് 2 ചക്ക കിട്ടി ഗൈസ്, വരിക്കച്ചക്ക. ഇതൊന്ന് ഇട്ടിട്ട് വേണം നമുക്ക് വരിക്കച്ചക്ക ഞാൻ പോകാൻ വേണ്ടിയിട്ട്. കടുക് പൊട്ടാൻ സമയം എടുക്കും, എന്തൊരു പ്രശ്നമുണ്ട്. സമയം എടുത്ത് കടുക് പൊട്ടട്ടെ. എനിക്കിവിടെ തരും ചക്കപ്പഴം, അവരും എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും കൂടെ കഴിക്കുന്നു. കടുക് പൊട്ടണം. കടുക് പൊട്ടിയിട്ട് നമുക്കിനി ഇതിടാം, ഉലുവ. മുമ്പ് കടുവിലായിരുന്നു ചില്ലറ പൈസ ഇട്ടുകൊണ്ടിരുന്ന, ഇപ്പം നമ്മൾ ഉലുവയിലാണ് ചില്ലറ പൈസ ഇടണം. മാറിയിരിക്കാം സേഫ്റ്റിക്ക്. ഓക്കെ, ഇത് നമ്മൾ തൈര് എടുത്തിട്ട്, നല്ല പുളിയുള്ള, ഇവിടെ ഒഴിച്ച തൈരാണ്, അതെടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ഇഞ്ചി. ഇതെല്ലാം കട്ട് ചെയ്ത് ആരാണെന്ന് അറിയാമോ? ഈ ആഹാരം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും കൂടെ ഉണ്ടാക്കണം, എന്നാലും സ്പെഷ്യലായിട്ട് ആളാണ് ഇതെല്ലാം കട്ട് ചെയ്തത്. അപ്പം നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സമയം എടുക്കും. ഉച്ച കഴിക്കണം, നമുക്ക് രാത്രിയാവും, അത്താഴമായിപ്പോവും. ഓക്കെ ഗൈസ്, ഉലുവ ഇട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഉലുവ പൊട്ടൂലെന്ന് എൻ്റെ ഒരു വിശ്വാസം. അമ്മ ഉലുവ പൊട്ടുവോ? ഉലുവ പൊട്ടു. ഓക്കെ ഗൈസ്, നമ്മളെ ഉലുവ പൊട്ടി. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. യുദ്ധത്തിന് പോകണക്കാണ് ഞാൻ. ഇനി നമുക്ക് ഇത് പിച്ചി ഇട്ട് കൊടുക്കാം. ദിസ് ഈസ് വറ്റൽമുളക്. ഓക്കെ, നമുക്ക് കുറച്ചധികം കറിവേപ്പില. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഉള്ളി ഒന്ന് വഴണ്ട് ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇതിനെ വഴട്ടിക്കൊണ്ടിരിക്കണം. അപ്പം തന്നെ ഒരു മണം വരും വെളിച്ചെണ്ണയുടെ. എൻ്റെ അമ്മയെ നോക്ക്, ചക്കയൊക്കെ കിട്ടിയതിന് ശേഷം ഇത്രയും നേരം ഒരു ആരോഗ്യം ഇല്ലായിരുന്നു, ഇവർക്കൊന്നും ഒരു സന്തോഷവും ഇല്ലായിരുന്നു. ചക്ക കിട്ടിയപ്പോഴാണ് അവർക്കൊക്കെ ഒരു ഓക്കെ. ഇത് വഴലട്ട് ചക്ക എന്നിട്ട് ബാക്കി പറയാം. മോളെ പ്ലാവിന്നാണോ?
നല്ല ചക്ക മണ്ട മുറിച്ച് ഒരു മണ്ട മുറിച്ച് എന്റെ ചക്കയില്ല പറഞ്ഞവരെ നടക്കണം. നമുക്കും ചക്കയില്ലായിരുന്നു. ഇപ്പൊ അല്ലേ ചക്ക കിട്ടി തുടങ്ങിയത്. സീസൺ ഇപ്പൊ അവിടെയല്ലേ ഉള്ളൂ. നിങ്ങളിൽ പറഞ്ഞ നമുക്ക് ചക്ക കിട്ടിയതേ ഇല്ല. നേരത്തെ സീസൺ കഴിഞ്ഞെന്ന്. നമുക്ക് 2 വരിക്കപ്ലാവുണ്ട്, പക്ഷെ വരിക്കച്ചക്ക ഇല്ല. നൈസ്. എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇടണം. ഞാനത് മറന്നുപോയി. അതിനുശേഷം നമുക്ക് നമ്മളിപ്പോൾ അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കണം പച്ചമുളകും ഇഞ്ചിയും. നമ്മളെ ഉള്ളി കണ്ട. സോ ഗൈസ്, ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാമേ. ഇനി നമ്മൾ തക്കാളി ഇട്ട് ഇനി നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ആ മഞ്ഞ കളർ കിട്ടണം കറിക്ക്. എൻ്റെ അമ്മ ചക്കയിലായതുകൊണ്ട് കണ്ട്രാക്കിനൊന്നും വന്നില്ലെന്ന്. കോൺസെൻട്രേഷൻ ഓൺ ചക്ക. എൻ്റെ അമ്മയും അമ്മൂമ്മയും കൂടെ വലിയൊരു കോമ്പറ്റീഷൻ നടത്തണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സവാളയിൽ നിന്ന് ഉള്ളിയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് പേര് തരട്ടെ. എന്നിട്ട് നമ്മൾ ഇനി ഇതിലോട്ട് കാച്ചിന്ന് കലക്കി വെച്ചേക്കണം തൈര് ഒഴിച്ചു കൊടുക്കണം. പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒഴിക്കാവൂ, തിളയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കാനേ പാടില്ല കേട്ടോ. ഇതൊഴിച്ചാണ് നമ്മൾ ചോറ് കഴിക്കണം. എൻ്റെ കറി കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾക്ക് ചന്തമുള്ള കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? കുശുമ്പികൾ പലതും പറയും ഗൈസ്, നമ്മളത് മൈൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കണ സമയത്ത് നമ്മൾ ഉപ്പൂടണം. ഉപ്പും തരൂ, സഹായിക്കണം. ഉപ്പൂട ഇങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കണം. സോറി, തിളപ്പിക്കരുത്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചുകൂടെ ഉപ്പാണ്. ഉപ്പിട്ട സൂപ്പർ കേട്ടോ. ഞാൻ സ്വയം ഉണ്ടാക്കിയാണ്ട് പറയില്ല ഗൈസ്. എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിലും പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. എൻ്റെ കറികളൊക്കെ അത് സൂപ്പറാണ്. ഞാൻ തന്നെ കൊതിവിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ചൂടില്ലേ കേട്ടോ? ഇന്ദിരികളെ കള്ളനെ പോലെ ചിരിക്കണം. പോടോ. ഇനി അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അമ്മ അമ്മ ഇവിടെ ഉള്ളവർ അത്രയും കയ്യിൽ ചക്കയും ചവണിയും പായലും പൂപ്പലും ഒരു കൊണ്ട് കളയുന്നു. തൈര് കുറഞ്ഞല്ലേ? വെള്ളം കൂടിപ്പോയാ? ഓക്കെ ഗൈസ്, നമ്മളെ മോര് കറി റെഡിയായി. അപ്പോൾ ഒഴിച്ച് കറി റെഡിയായി. ഇനി നമുക്ക് ഫിഷ് ഫ്രൈയും ചെയ്യാം, ബീട്രൂട്ട് തോരനും ഉണ്ടാക്കാം. അതിലെന്ന് വെച്ചാൽ വിഴുക്കില്ല. ഞാൻ അപ്പു കുമ്പിള് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. നമ്മളെ ചക്ക അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടമാണ്, സൂര്യ ടിവിയിലെ മ്യൂസിക് കണക്ക്. അപ്പം കുമ്പിള് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. കുമ്പിൾ മീൻസ് കൂൺ, പക്ഷെ അത് കിട്ടിയില്ല. അന്ന് നമ്മൾ തോരൻ, ബീട്രൂട്ട് തോരൻ. നെക്സ്റ്റ് നമ്മളുടെ പരിപാടി ഫിഷ് ഫ്രൈ. അതൊക്കെ പോയമ്മ. സംഭവം വേറൊന്നുമല്ല, ഇവിടെ പണ്ട് മുതലേ മീൻ പൊരിക്കൂല, അവിക്കുകയാണ് ചെയ്യണത്. ഇന്നാളും നല്ല മത്തി കിട്ടിയിട്ട് ഇവരെനിക്ക് അവിച്ച് തന്നു. അല്ല, എനിക്കിങ്ങനെ നല്ല മീനിന്റെ വാലൊക്കെ തിരിഞ്ഞു വരണം. അപ്പൊ അതുകൊണ്ട് നമ്മളിതാ ഇത് 1 മണിക്കൂറായേ. ഇത് നെത്തോലി മീൻ, ചില നാട്ടിൽ കൊഴുവാന്ന് പറയും, നമ്മളിവിടെ നെത്തോലി എന്ന് പറയും. മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല പുരട്ടുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇടാനുള്ള സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇവിടെ ഇടൂലല്ലോ, അവരങ്ങനെ ഇടൂല വയസ്സ്, ഒരു തട്ടിക്കൂട്ടാണ്. വെളിച്ചെണ്ണ, കുരുമുളകും, ഇതാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. അമ്മ അതെനിക്കറിയാം. എന്തിനാ കണ്ട അവരെയൊക്കെ ചക്കാള് തീർന്നപ്പോ അവർ കണ്ട്രാക്കിന് വന്നേക്കാണ്. 3 മീനാ? 3 സെറ്റ് മീൻ പൊരിക്കണം ഗൈസ്. അതായത് കേരച്ചൂര ഉണ്ട്, മത്തി ഉണ്ട്. ഇന്നലെ മത്തിയുടെ അതായത് മത്തിയുടെ തല വെച്ച് തിന്നാറുണ്ടായിരുന്നു ഞങ്ങൾ പണ്ട്. ഗൈസ്, നമുക്ക് നെത്തോലി പൊരിക്കാം. നമ്മൾ എണ്ണ തിളച്ചേ, 1 മിനിറ്റ് അത് പറന്ന് അപ്പുറത്തെ വളയിലോട്ടൊക്കെ പോയി. നമുക്ക് ഇതാ കുറച്ച് വേണ്ട ക്രെഡിറ്റ് എൻ്റെ അമ്മ കൊണ്ടുപോകും. അങ്ങനെ ഇപ്പൊ ക്രെഡിറ്റ് എല്ലാം എനിക്ക് തന്നെ വേണം. മണം വരണല്ലേ? എനിക്ക് നല്ല മണം വരണം. വരെയാണ് ക്രെഡിറ്റ് എടുത്തോണ്ട് ചുമ്മാ വയസ്സ്. ഇതൊക്കെ ഇവരെ ക്രെഡിറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്, അതിന് സമ്മതിക്കൂല. ഓക്കെ, ഇതാ നമ്മൾ ഇട്ടേ. ഇനി ഇതിലൊരു പരിപാടി വെച്ചാൽ ഇപ്പൊ ഈ മസാല എല്ലാം നമ്മൾ ഇട്ട്, മസാല വേറെ ഒന്നുമില്ല, ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ഒരു സൈഡ് വെന്ത് വെറുട്ട് നല്ല ഇങ്ങനെ വരുമല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു സാധനം ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് കിടന്ന് നമ്മൾ കുറച്ച്
മീഡിയം ഫ്ലെയിമായി കൊടുക്കുക, വേവട്ടെ. ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ വേണം. ബീട്രൂട്ട് തോരൻ ഓർ വെണ്ടയ്ക്ക വിഴുക്ക്, ഏത് വേണം? ബീട്രൂട്ട് തോരൻ, വെണ്ടയ്ക്ക വിഴുക്ക്? ഓക്കെ, അപ്പം നമുക്ക് ഭൂരിപക്ഷം നോക്കിയിട്ട് ഓക്കെ, നമുക്ക് വെണ്ടയ്ക്ക് വിഴുക്ക് വയ്ക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പം നമുക്ക് വെണ്ടയ്ക്ക് വിഴുക്ക് വരട്ടെ. ഇത് വെറുവണ സമയത്ത് തമിഴ് കൂടെ ചേർത്താണ് ഞാൻ പറയാനായിട്ട്. നമ്മുടെ നെത്തോലി പൊരിച്ച് മാറ്റിയേ. എന്നിട്ട് നമ്മളിതാ അടുത്തത് മത്തി ഇട്ടേക്കുന്നു ഗൈസ്. മത്തി പിന്നെ നിങ്ങൾ വിചാരിക്കരുത് ഇനി ഇവിടെ ദിവസം 3 തരം മീനൊക്കെ വയ്ക്കുമെന്ന്. ഒരിക്കലുമില്ല. നമ്മൾ പയറും കഞ്ഞീരെയും ചമ്മന്തിയുടെയും മുട്ടയുടെ ആളാണ്, പക്ഷേ ചമ്മന്തിയും തൈരിൻ്റെ ആൾക്കാരാണ്. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി, കാരണം ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ റെസിപ്പീസൊക്കെ ഇട്ട് ഉണ്ടാക്കി തിന്നുള്ള കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്. ഇതൊരിക്കലും ദിവസം 3 മീൻ പൊരിച്ചൊന്നും ഹെൽത്തി അല്ല, അൺഹെൽത്തിയാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് അമ്മ നോക്കണം. അത് അമ്മ അപ്പം കൂടെ ഞാൻ അരിയൂല. എല്ലാം വെച്ചാൽ എന്തൊരു ഡിമാൻഡ് എന്ന് വിചാരിക്കരുത്. കാരണം എനിക്ക് പാടാണ് അരിഞ്ഞ്. എനിക്ക് നല്ല സമയം എടുക്കും. ഞാൻ ഒരു 3 മണിക്ക് ഞാൻ തുടങ്ങണം ഈ പരിപാടിയാണ്. എനിക്ക് കുറേ സമയം എടുത്ത് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അത് ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ വയ്ക്കണത് തന്നെ. നമ്മളത് അടുത്ത വിഴുക്ക്, വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടാമോ. വിഴുക്ക് വരട്ടിക്ക് നമ്മളിതാ കടുവൊക്കെ വറുത്തിട്ട്, കുറച്ച് എനിക്ക് അധികം കടു വേണം, എണ്ണ തിളച്ചിട്ട് വരുന്ന കടുവിടാൻ. പക്ഷെ ഞാൻ ഓർത്തില്ല. എന്നിട്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഇതാണ് എളുപ്പ പരിപാടി. ഇപ്പം മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ട് സ്കൂളിൽ നിന്നും വഴക്ക് വരട്ടി തന്നുകൊണ്ട്. ഇല്ല, ഞാൻ വേറെ സ്റ്റൈൽ, അമ്മ വേറെ സ്റ്റൈൽ. നമ്മളെ മത്തി ഉണ്ടാ ഗൈസ്, നമ്മൾ മത്തി ഫ്രൈക്ക് ഇട്ടേക്കാണ്. ഇനി ഇതിലൊരു ലാസ്റ്റ് പരിപാടി, നല്ല വറുത്ത് വന്നിട്ട് ലാസ്റ്റ് ഒരു പരിപാടി. മത്തി ക്രിസ്പി വേണം, പുറത്ത് ക്രിസ്പി അകത്ത് ജ്യൂസിയും വേണോ? ഏത് വേണം? ക്രിസ്പി ജ്യൂസി. ഇതിവിടെ പൊരിച്ച് കഴിഞ്ഞ് ഇനി ഒരു മീനൂടെ പൊരിക്കണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേരച്ചൂരെ. ഞങ്ങൾ ഇത് എന്ന് വെച്ചാൽ ആൾക്കൊരു കഷ്ണം. അമ്മ, മാളു, ഞാൻ, അബി, അപ്പൂട്ടൻ, അമ്മുമ്മ. കാരണം ബാക്കി ഇവിടത്തെ സന്തതി പുത്രിയൊക്കെ വേണമെന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് അവരൊന്നും കൈയിട്ട് വരാം, അവർ സമ്മതിക്കൂല. നമുക്ക് ഇത് വറുക്കാം. അത് മീനിൻ്റെ വയറ് പൊട്ടണതാണ്. അത് പൊട്ടിട്ട് കടു പൊട്ടിയില്ല. നമ്മളതാ കടുവും വറുത്ത് നമ്മളിതാ വറ്റൽ മുളകും മേടിച്ചത്. ചില ആൾക്കാർ മുളക് പൊടിയൊക്കെ ഇടും, പക്ഷേ നമുക്ക് വേണ്ട. വിഴുക്കെന്ന് പറയുമ്പോഴേ അങ്ങനെ മുളക് പൊടിയൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, ഇത് ഉള്ളി വഴട്ടിയിട്ട് വേണം ഇതിടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് അരിഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങിടാം. എന്നിട്ട് ഇളകി കൊടുക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മളിനി ഉപ്പ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി. ഇനി മുട്ടയും പൊരിക്കണം, ചമ്മന്തി ഇരിക്കണം. ചമ്മന്തി അമ്മ അരയ്ക്കും. മുട്ട പൊരിക്കണത് അപ്പൂന്. മുട്ട പൊരിക്കണമെന്ന് വെച്ചാൽ അപ്പൂന് മുളകൊന്നും ഇഷ്ടമല്ല. ഉള്ളിയും തക്കാളിയും പിന്നെ മല്ലിയിലയും മാത്രം ഇട്ടിട്ട് ആണ് പൊരിക്കണ ഇഷ്ടം. അപ്പം നമ്മൾ അതേപോലെയാണ് പൊരിക്കണം. ഇനി വേറൊരു വീഡിയോ ചെയ്യും, കുക്കിംഗ് മൈ ഹസ്ബൻഡ് കുക്കിംഗ് ഫോർ മീ അല്ലേ. എന്തിനുണ്ടാക്കും? എനിക്ക് എന്തൊരു വേണമെന്നറിയാമോ? എനിക്ക് എല്ലും കപ്പ. ഇപ്പം ഇൻസ്റ്റയിലൊരു വീഡിയോ ഉണ്ട്, ഒരു മാമ എല്ലും കപ്പ കട തുടങ്ങി തൃശ്ശൂർ ഭാഗത്ത്. അപ്പം എനിക്കത് മാമ ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട്. അപ്പം എനിക്ക് കൊതി, കട്ടക്കൊതി. പോത്ത് പറ്റൂല തന്നെ, ഒന്നുകിൽ മട്ട അല്ലെങ്കിൽ ചിക്കൻ. മട്ട എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ചിക്കൻ പിടിക്കാം ഗൈസ്. നമ്മളാ മത്തി ഫ്രൈ എനിക്കിതാ ഇങ്ങനെ കിട്ടണം. എനിക്ക് തലേന്ന് എന്ന് വെച്ചാൽ തലയൊക്കെ ഒരുമാതിരി വറ്റലുകളൊക്കെ തിന്നാനാണ് എനിക്കിഷ്ടം. ഓക്കെ, അതൊന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമ്മളുടെ സ്പെഷ്യൽ സാധനം എന്താണെന്നറിയോ? കുറേ ടിഷ്യൂ പേപ്പറാണ് ബാക്ക്ഗ്രൗണ്ടിൽ. സംഭവമൊന്നുമില്ല, ഞാൻ ഇത് പിടിക്കാനും അപ്പോഴെപ്പോഴും നനവ് വരാ സാധനം തുടയ്ക്കാനും ഒക്കെ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണേ. അത് കുറച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കരിവേപ്പിലയാണ് ആക്ച്വലി മെയിൻ സംഭവം. ഓക്കെ, ഇതിങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ ലോ ഫ്ലെയിമിൽ. ഇപ്പോഴേ നല്ല മൂത്ത് കൊതിവിട്ടാണ് ഉണ്ടാക്കണം. എനിക്ക് വേറെ ബിരിയാണിന്ന് വയ്ക്കുമ്പോൾ എനിക്ക് കൊതിയില്ലേ. എനിക്ക് ഊണിൻ്റെ അടുത്ത് ഇപ്പം ഭയങ്കര മീൻ പൊരിച്ച ചോറ്, തോരൻ, വിഴുക്ക്, അച്ചാർ, അപ്പം അതിൻ്റെ കൂടെയൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ് ഇപ്പം. ഓക്കെ, ഇത് നല്ല മൊരിഞ്ഞ് വറുത്ത് കോരി നമുക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൽ തന്നെ നമ്മൾ എല്ലാത്തിലും ഒറ്റ എണ്ണയാണ് കേര പൊരിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒറ്റ മസാലയിൽ. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അടച്ച് വയ്ക്കാൻ മറന്നുപോയി. നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു കൊടുത്ത്
വേവിക്കാം. ഓക്കെ, നമ്മൾ കറികളെല്ലാം വച്ചേ. മുട്ടയും പൊരിച്ചില്ല, ചമ്മന്തിയും അരച്ചില്ല. അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് എനിക്ക് വയ്യ, ഞാൻ തളർന്നു പോയി ഗൈസ്. കാരണം ചെയ്യണില്ലേ, അപ്പം അതുകൊണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു മടൽ ചക്ക തിന്നുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കാനില്ല. അപ്പം ഞങ്ങൾ വെച്ചാന്ന് വെച്ചാൽ പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പം തന്നെ ഇലയൊക്കെ സെറ്റ് ചെയ്താ പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അച്ചാറൂടെ വയ്ക്കണം. ഓക്കെ, ഇത് എൻ്റെ ഇലയാണേ, ആൾക്ക് ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് അച്ചാറില്ല, പറ്റൂല, എനിക്ക് ഭയങ്കര അച്ചാർ ഭ്രാന്തിയാണ് ഞാൻ. അപ്പം മെയിനായിട്ട് നമുക്കുള്ളത് ഇത് പുറത്തുനിന്ന് വന്ന സാധനമാണ്. ഇത് അമ്മ വെച്ച തോരൻ. ഇത് ഈ പ്ലാനിലേ ഇല്ലായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് ആർക്ക് കൊടുക്കാൻ വെച്ചാൽ അബിക്ക് ചോറ് കൊടുക്കാൻ വെച്ചത്. തോരൻ, നമ്മുടെ നെത്തോലി പൊരിച്ചത്, കേരച്ചുര പൊരിച്ചത്, മത്തി പൊരിച്ചത്, വിഴുക്ക് പെരട്ട്, ചമ്മന്തി, അച്ചാർ. ഇത് മുട്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എന്താ എല്ലാവർക്കും ഇങ്ങനെ വച്ചിട്ടുണ്ട് പൊതിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കാരണം ആവശ്യമുള്ള ആൾക്കൊക്കെ ബാക്കിയുള്ളവർക്ക് പാത്രത്തിൽ തിന്നാൽ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് പൊതിച്ചോറണം, കാരണം ഇതിങ്ങനെ ഇരുന്ന് അമങ്ങി അവിഞ്ഞ്. ഓക്കെ, കണ്ടാക്കുക, എനിക്ക് അറിഞ്ഞൂടെ പരിപാടി. അപ്പം ഇത് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളല്ല, ആദ്യം അപ്പു ടെസ്റ്റ് ചെയ്യും. കാരണം അപ്പൂനുണ്ട് ഉണ്ടാക്കിയെങ്കിലും, പക്ഷെ ഇപ്പം എല്ലാവരും കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് പൊതിഞ്ഞീനെ വയ്ക്കാം. പേരെഴുതി വയ്ക്കും കേട്ടാ, കാരണം മുട്ടയില്ലാത്തത് അങ്ങനെയൊക്കെ. അപ്പം ഇതിപ്പോൾ എൻ്റെത്, ഇത് എൻ്റെത്, കുഞ്ഞിപ്പൊതി എൻ്റെത്. ഓക്കെ, അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് വരാം. അങ്ങനെ ഗൈസ്, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അയ്യോ പേരെഴുതി പൊതിച്ചോറ്. ഓ എവിടെ? ഗംഗ അപ്പു നമ്മൾ പേരെഴുതി. അത് ഞാൻ മുട്ടയൊന്നും കഴിക്കില്ല, അപ്പം എനിക്ക് മുട്ടയൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അൺബോക്സിങ്. അപ്പോൾ തുറ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ പൊതിച്ചോറാണ് ഉപയോഗിക്കുന്നത്. എന്തെന്നറിയാമോ? പാത്രം കഴുകാൻ മടിച്ച് പൊതിഞ്ഞോണ്ട് നമ്മൾ പാത്രം. ഓക്കെ, എനിക്ക് നിന്റെ നീ റിവ്യൂ പറഞ്ഞിട്ടാണ് ഇനി എനിക്ക് ഈ പരിപാടി തുടങ്ങാം. കണ്ടിന്യൂ ചെയ്യണോ വേണ്ട തീരുമാനിക്കാം. പിന്നെ എന്തെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണോ, ഫേക്ക് റിവ്യൂ വേണ്ട. അതിൽ വെള്ളം പറഞ്ഞാണ് സംസാരിക്കാൻ പറ്റില്ല. അമ്മയെ നോക്കിയാണ് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. ഓ അങ്ങനെ മതി. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ കഴിച്ചു. ആദ്യം മെഴുക്ക് മെഴുക്ക് വരട്ടി മുറ്റം വെണ്ടയ്ക്കെന്ന് തോന്നുന്നു. ഒരു കട്ടിയുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണൊക്കെ പറയണ ടെക്സ്ചർ മത്തിയെ മത്തി അടിപൊളി. കേരച്ചൂര ഒരു പ്രത്യേക മസാല. എല്ലാത്തിനും ഒറ്റ മസാല, എല്ലാത്തിനും ഒരൊറ്റ എണ്ണ. പക്ഷെ 3 മീനല്ലേ? 3 മീനും ടേസ്റ്റ് പിടിക്കുന്ന വ്യത്യസ്തത. അപ്പൂട്ടോ പെട്ട സ്പീന് പറയുന്നതിനെ കൊണ്ട് പറ്റാൻ നീ അതെല്ലാം കൂടെ വിരവി കഴിച്ചിട്ട് പറ. ഇതിന്റെ ഒഴിച്ചേറി ഞാൻ ഒഴിച്ചേരട്ടാ, കഴിക്കട്ടാ? കഴിച്ചോക്കട്ടെ. അല്ല, ഇത് ഒന്ന് കഴിച്ച് റിവ്യൂ ഇട്ടാണ് എനിക്ക്. പിന്നെ സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. കൊള്ളാമോ? കള്ളത്തരം പറയരുത്. അല്ല, ഇവിടെ ഒക്കെ ഉണ്ട്. അത് ടേസ്റ്റ് കൂടുമ്പോ അങ്ങനെയാണ്. സൂപ്പർ, കണ്ടാ? അടിപൊളിയല്ലേ? ഞാൻ മറ്റൊന്നും പറയില്ല ഗൈസ്. എല്ലാവർക്കും, അതായത് പൊതി വേണമെന്നുള്ളവർക്ക് പൊതി, മാമിക്കും അബിക്കും പൊതി കെട്ടി, ബാക്കി എനിക്കും അപ്പൂനും, ബാക്കി എല്ലാവർക്കും അവർ പ്ലേറ്റിൽ കോരിയിട്ട് തിന്നുകൊണ്ട് പോയി കിടന്നുറങ്ങാൻ പോയവരൊക്കെ. എനിക്ക് പറയാൻ അറിഞ്ഞോളൂ, പക്ഷെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കേരച്ചൂര് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇയാൾ ഉപ്പൊന്നും അതിന് ഗൈസ്, ഉപ്പൊന്നും സീനയല്ല. സോ ഗൈസ്, കേരച്ചൂരിക്ക് ഉപ്പ് കുറവാണ്. ഞാൻ എൻ്റെ റിവ്യൂ പറയാം. ഉപ്പ് കുറവാണ്. ബാക്കി മീൻ വറുത്തേക്ക് സൂപ്പർ. ഞാൻ എൻ്റെ ഇത് തന്നെ പറയണം, കാരണം ഞാൻ കുറേ നേരം കൊണ്ട് വറ്റൽ പോലെ പറക്കി തിന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സെറ്റ് സാധനം, കൊള്ളാം. ഇത് എൻ്റെ അല്ലേ, എൻ്റെ തോരനല്ല. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ഇനി ഞാൻ കുക്ക് ചെയ്യണമെന്നാണോ കുക്ക് ചെയ്യേണ്ടെന്നാണോ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയണം. നീ കുക്ക് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്ത നീ കഴിച്ചിട്ടില്ലല്ലോ? അല്ല, കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നോമ്പ് തുറന്ന സമയത്ത് അന്ന് കോഴിയും പിടിയൊക്കെ, അന്നത്തെ എൻ്റെ പിടിയോടുകൂടി അപ്പൊ ഏരിയ വിട്ടതാണ്. എങ്ങനെ ഉണ്ടായിരുന്നത്? ഉണ്ട്, അത് കൊള്ളൂല. എന്തോ ഇവിടെ അന്ന് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ കൊള്ളൂല എന്ന് പറയില്ല, എടുത്തിട്ടിരിക്കുമെന്ന് പറഞ്ഞാണ്. സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഇന്ന് കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, ഉണ്ടാൽ ആർക്കൊരു ക്ഷീണം കാണുമെന്നാണ്. ഇത് കണ്ട അങ്ങനെ കഴിച്ച സന്തോഷത്തിൽ കണ്ണിങ്ങനെ വിളിക്കുന്നുണ്ട്, അടയ്ക്കോ
അടയ്ക്കൂ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അടയ്ക്കൂല. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ടുമ്പോൾ കുറച്ച് പണികളുണ്ട്. ഓക്കെ, അപ്പം ദിഗംബരൻ്റെ പിരിവം വെച്ച് ചേച്ചി വന്നെന്ന് പറയുമായിരിക്കും. മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുക്കിംഗ്? നല്ല വിശന്നിരുന്ന സമയത്താണ് കുക്കിംഗ് തുടങ്ങിയത്. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു. പക്ഷെ നമ്മൾ ചക്കപ്പഴം വെച്ച് അതിനെ ടാലി ചെയ്ത്. പിന്നെ പറയട്ടാ, അപ്പോൾ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് സ്കൂളിൽ ഇങ്ങനെ ചോറ് പാത്രത്തിൽ കൊണ്ടുപോകില്ല, ചോറ് ഇത് പാത്രം കഴുകാൻ മടിച്ച് പൊതിച്ചോറിൽ കഴിച്ചപ്പോൾ അത് ഓർമ്മ വന്നു. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കണം, അത് ഓർമ്മ വന്നു. പിന്നെ എനിക്ക് ഇത്ര ഉണ്ടാക്കി തന്നതിന് എന്താ പറയാ, സംഭവം വെച്ചാൽ ഞാൻ ഉണ്ടാക്കി എന്നുള്ള സത്യമാണ്. പക്ഷെ ബിഹൈൻഡ് അപ്പു അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ് കഴിച്ചു. കാരണം ഇപ്പം ഞാൻ പറയാം, കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. നമ്മൾ ആരും ജനിച്ചുടനെ എല്ലാം പഠിച്ചുകൊണ്ട് വരണമല്ല. കുക്കിംഗ് എന്ന് പറഞ്ഞ സ്കില്ലാണ്. അപ്പം ഞാൻ പണ്ടൊക്കെ ഞങ്ങൾ കുടുംബ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് ഞാൻ വേവിക്കുമായിരുന്നു. അതായത് ഇപ്പം അമ്മുമ്മ മാമിയൊക്കെ എനിക്ക് നെത്തോലിയൊക്കെ നുള്ളാൻ പഠിപ്പിച്ച് തരുമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വേവിക്കുന്ന ദോശയും ചമ്മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതായത് എത്ര വർഷം, ഒരു 17-18 വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരാവശ്യം വന്നിട്ടില്ല. കാരണം അമ്മ കുക്ക് ചെയ്ത് തരും. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അമ്മ കുക്ക് ചെയ്ത് തരും. അപ്പം ഞാൻ പിന്നെ വർക്കും ബിസിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുക്ക് ചെയ്യേണ്ടത് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് എന്തെങ്കിലും കൊതി തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് അമ്മയും പിടിച്ചെടുത്ത്. കാരണം എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ചില ആൾക്കാർക്ക് കുക്ക് ചെയ്യാനേ ഇഷ്ടം കാണൂല. ചില ആൾക്കാർക്ക് ഭയങ്കര ആസ്വദിച്ച ആൾക്കാർ കുക്ക് ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതിലപ്പോ ആസ്വദിച്ച് കുക്ക് ചെയ്യണം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിലൊരിതുണ്ട്, പറയുമുണ്ട്. ഞാൻ എല്ലാ ഭക്ഷണവും അങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് എനിക്ക് കൊതി തോന്നണയൊക്കെ ഞാൻ മാക്സിമം ഉണ്ടാക്കി തന്നെ. ഞാനൊരു ഡയറ്റൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്കിപ്പം ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എണ്ണയൊക്കെ കുറച്ച് അങ്ങനെ ഞാൻ കുറച്ച് ബിരിയാണി ചോറും ഇഷ്ടംപോലെ കഷ്ണമൊക്കെ വെച്ച് പ്രോട്ടീനൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ആരും അറിഞ്ഞു ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കി. ഓക്കെ, അതിൻ്റെ മോച്ച് കഴിച്ചിട്ടായിരിക്കുമല്ലോ പറയണം. അപ്പം അതുകൊണ്ട് മീൻസ് ഞാൻ അങ്ങനെ പ്രോ അല്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറയാണ് ചായ ഇടാൻ പറഞ്ഞു, പെട്ടെന്നൊരു ചായ ഇടാൻ പറഞ്ഞു. ഓഫ്കോഴ്സ് ഞാൻ ചായ ഇടും. പെട്ടെന്ന് സാമ്പാർ വയ്ക്കാൻ പറഞ്ഞു. നടക്കൂല ഗൈസ്, അതെൻ്റെ ഒരു പോരായ്മ ആയിരിക്കും. കാരണം എല്ലാവരും എല്ലാം തികഞ്ഞല്ല. കാരണം എനിക്ക് ടൈം എടുക്കും. എനിക്ക് യൂട്യൂബ് നോക്കണം, അല്ലെങ്കിൽ എനിക്ക് റെസിപ്പീസ് വേണം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എല്ലാം ഞാൻ എഴുതി വെച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇപ്പം അങ്ങനെയാണ്. മേ ബി ഭാവിയിൽ ഒന്നും എഴുതാതെയൊക്കെ വെച്ച് ടക്കനെ കുക്ക് ചെയ്യുമായിരിക്കാം എന്നോ എനിക്കൊന്നും ഉറപ്പില്ല. ഞാൻ ചെയ്യുന്നില്ല ഒന്നും. ജീവിതം അൺപ്രഡിക്റ്റബിളാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ കുക്കിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഇനി ഒരിക്കൽ അപ്പു എനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് തരും. അന്ന് ഞാൻ സഹായിക്കാൻ നിൽക്കും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് തരണം. ഞാൻ പക്ഷേ സദ്യ തരൂല. പിന്നെ ബിരിയാണിക്ക് അറിയാമോ? അത് ഉണ്ടാക്കാം. പക്ഷെ ഇയാൾക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. മീൻസ് ഇയാൾ തന്നിട്ടില്ല. ക്ലബിൽ പോയാ ഓക്കെ ഗൈസ്, ഇതങ്ങ് ബ്ലർ ചെയ്ത് കളയാം നമുക്ക്. അടുത്തൊരു വീഡിയോ കാണുന്ന ബൈ ബൈ.